മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, ഒരു സുന്ദര കഥയുമായിട്ടാണിപ്രാവശ്യം എൻ്റെ വരവ്. നിങ്ങൾക്കോർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഞാൻ പറഞ്ഞ അടിപൊളി കഥ? ഓർമ്മയില്ല അല്ലേ? എന്താ ഇത്ര വേഗം മറന്നോ എല്ലാം? ഏതായാലും ഈ കഥയെങ്കിലും മറക്കരുതേ. നമ്മുടെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം മതപ്രബോധനം നടത്തുന്ന കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ടെതിർക്കാൻ കഴിയാതെ വന്നപ്പോൾ ചതിയിൽപ്പെടുത്തി കൊല്ലാൻ ചില തൽപര കക്ഷികൾ ഇറങ്ങിപ്പുറപ്പെട്ടു. അവരുടെ നേതാവ് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സൂപ്പർ സീറോ പൊട്ടൻ അഥവാ അബൂജഹൽ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന വഴിയിൽ അബൂജഹൽ ഒരു വലിയ കുഴി കുഴിച്ചു. എന്നിട്ട് അതിനകത്ത് കല്ലും മുള്ളും നിറച്ചു വച്ചു. മേലെ ബലം കുറഞ്ഞ കമ്പുകൾ വെച്ചു. ഇലവിരിച്ച് മണ്ണ് വെച്ചു മൂടി. പുതിയ കുഴി അവിടെ ഉണ്ടെന്നറിയാതിരിക്കാൻ എല്ലാ തെളിവും തുടച്ചു നീക്കി. പിന്നെ അപ്പുറത്ത് ഒരു പാറയുടെ മറവിൽ ഒളിച്ചിരുന്നു. മുഹമ്മദ് ഇപ്പോൾ ഇതുവഴി വരും, അറിയാതെ കുഴിക്ക് മുകളിൽ ചവിട്ടും, പദം വീഴും, പിന്നെ കല്ലിലും മുള്ളിലും പെട്ട് ചോരയൊലിച്ച് ആഹാ എന്തായിരിക്കും രസം! അവൻ ഓർത്തോർത്ത് ചിരിച്ചു. കൂട്ടരെ, അല്പം സമയം കഴിഞ്ഞു. നബി അതാ വരുന്നു. കുഴിയുടെ നേരെ തന്നെയാണ് വരവ്. അബൂജഹലിന്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പദോം ഒരൊച്ച കേട്ടു. അബൂജഹൽ ചാടി എഴുന്നേറ്റോടി. മുഹമ്മദ് വീണേ! അവൻ ആർത്തു കൂവി മുന്നോട്ട് പാഞ്ഞു. പുതും! അബൂജഹൽ കുഴിയിൽ വീണു. അയ്യോ അമ്മോ! അവൻ ആർത്തൊലിച്ചു കരഞ്ഞു. സംഭവിച്ചതെന്താണെന്നോ? അവിടെ കുഴിയുള്ള കാര്യം നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് നബി വീണതാണെന്ന് കരുതി അബൂജഹൽ മുന്നോട്ട് ഓടിയതാണ്. ഓട്ടത്തിനിടയിൽ താൻ കുഴിച്ച കുഴിയിൽ അറിയാതെ അവൻ വീഴുകയായിരുന്നു. അവസാനം ശരീരമാസകലം കല്ലും മുള്ളും കുത്തി ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന അബൂജഹലിനെ ആ കുഴിയിൽ നിന്ന് കയറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കൈനീട്ടി കൊടുക്കേണ്ടി വന്നു. പാവം, അന്നേരം ജഹലിന്റെ ബാപ്പാന്റെ മുഖം കാണേണ്ടത് തന്നെയായിരുന്നു ട്ടോ. എങ്ങനെയുണ്ട് കഥ? സൂപ്പർ അല്ലേ? എന്നാ ശരി, അസ്സലാമു അലൈക്കും.